attendance. Please mark your attendance now. Then കുറച്ച് homework ഉണ്ടായിരുന്നു അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ. Write the following in multiplication form as shown. നമ്മളിത് ചെയ്തു. Then write the following as repeated addition. Page number 75. Page number 75. 75. Write the following in a repeated addition. Okay. Repeated addition ൽ തന്നിട്ടുള്ളതിനെ നമ്മൾ multiplication ഫോമിലേക്ക് മാറ്റിയിരുന്നു അല്ലേ? Like, listen. Here 2 plus 2 plus 2 plus 2 plus 2 plus 2 equal to ഇതിനെ നമ്മൾ change into multiplication form. How to change this in multiplication form? Aaron, ഇതിൽ വരയ്ക്കരുതേ മോനെ. മിസ് അനോട്ടേഷൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വരക്കാണ് എല്ലാവരും അല്ലേ? How to change this in multiplication form? Siddharth, how to change this? 2 plus 2 plus 2 plus 2 plus 2 plus 2 equal to how many 2s are here? സിദ്ധാർത്ഥ, ഇത് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും? ഇൻഡു ഇട്ടിട്ട് എഴുതാണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ? 12 ആണ് ആൻസർ. പക്ഷെ how to change this in multiplication form? Multiplication. Yes, 6 2s are. ആരാ പറഞ്ഞേ? ഞാനാണ്. ഏതായി ഞാൻ? മിസ് കണ്ടില്ല. ഏത് ഞാനാണ്? ഗൗരി നന്ദയാണോ? ഓക്കെ. സോ യെസ്, 6 into 2. 6 2s അല്ലേ? 6 2 അല്ലേ ഉള്ളത്? അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ തന്നാല് just count the numbers. How many 2s are here? First we want to count these numbers. So 1 2 3 4 5 6. So here 6 2s are here. 6 2s. So 6 2s ആണ് ഇവിടെ ഉള്ളത്. 6 2s ഉണ്ടല്ലേ? So 6 into 2 equal to 6 2s are yes 12. Okay. 12. Then write the following as repeated addition. How to change the multiplication form into repeated addition form? Okay, Mr. ചോദിക്കാം ഓരോരുത്തരോടായിട്ട്. Okay, so listen. The first one is 5 into 2. 5 into 2 equal to, how to change this in repeated addition? 5 into 2. Okay, Mr. ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. Naseem, how to change this in repeated addition form? എങ്ങനെയാ നസീമേ? 5 into 2 10. 10 അതിന്റെ ആൻസർ ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ റിപ്പീറ്റഡ് അഡിഷൻ ഫോമിലേക്ക് മാറ്റുക? അതായത് റിപ്പീറ്റഡ് അഡിഷൻ എങ്ങനെയാണ് എഴുതുക? ഇപ്പൊ നമ്മൾ മുകളിൽ 6 into 2 ചെയ്തു. അതുപോലെ 5 into 2 എങ്ങനെ ചെയ്യും? 5 2s എങ്ങനെ റിപ്പീറ്റഡ് അഡിഷൻ ഫോമിൽ എഴുതും? പറ നസീമേ. നമ്മള് മുകളിൽ ചെയ്തു 2 plus 2 plus 2 plus 2 plus 2 plus 2 equal to 6 into 2. So just like that 5 2 ആണ് വേണ്ടതല്ലേ ഇവിടെ? അപ്പൊ എങ്ങനെയാ എഴുതുക? എങ്ങനെയാ മോളെ ദേവപ്രിയ? എങ്ങനെയാ ചെയ്യാ നമ്മളിത്? 5 into 5. 5 plus. എന്താണ് 5 plus ആണോ ചെയ്യേണ്ടത്? മിസ്സേ ഞാൻ പറയാം. 2 plus 2 plus 2 plus
Yes, 5 twos. That means 2 plus. ഇപ്പൊ ദേവപ്രിയ ഒന്നും ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരുന്നത് വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. ഹോംവർക്ക് എഴുതി തരാത്ത കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും. ലിസ്റ്റ് എല്ലാ ദിവസവും ചോദിക്കാറുണ്ട്. ഞാൻ പിന്നെ നിങ്ങൾക്ക് വെറുതെ വഴക്ക് കിട്ടണ്ടെന്ന് കരുതിയിട്ടാണ് കൊടുക്കാത്തത്. ഹോംവർക്ക് ചെയ്തു തരുന്നത് വളരെ കുറവാണ്. ഡെയിലി തരുന്ന ആൾക്കാരല്ലാതെ ബാക്കിയുള്ളവർ അതിൽ വളരെ ബാക്കിലോട്ടാണ്. ദേവപ്രിയ ഒന്ന് ഹോംവർക്ക് തന്നത് ചെയ്തിട്ടില്ലേ ദേവപ്രിയ? പിന്നെന്താണ് ആൻസർ ചെയ്യാൻ പറ്റാത്തത്? നസീം ആൻഡ് ദേവപ്രിയ. Two plus 2 equal to എത്രയാണ്? ഇതാണ് 5 into 2 അല്ലേ? Equal to 10. ഓക്കെ, ഇതിന് ഇങ്ങനെയാണ് റിപ്പീറ്റഡ് അഡിഷനിൽ എഴുതുക. 5 twos. Okay, 5 twos. Then yes, 5 twos are 10. Listen. മ്യൂട്ട് ചെയ്തിട്ടില്ല ദേവപ്രിയ. ദേവപ്രിയ അവിടെ മ്യൂട്ട് ചെയ്ത മോളെ. Then 2 into 3. 2 into 3. Next one. So how to change this? Who can say? B3 plus 3. 3 plus 3. Okay. 2 3s. Yes, that is 3 plus 3. 2 3s. Okay. 2 into 3 equal to 3 plus 3 equal to 6. Yes, 6. Okay. Okay, the next one. 3 into 2. 3 into 2. How to change? 3 twos. 3 twos. That means 2 plus 2 plus 2. Okay. 2 plus 2. Okay, 3 twos are the same, alle? 2 plus 2 plus 2 equal to 6. 2 3. Yes, 2 3s are 6 and 3 twos are 6. Okay, രണ്ടും സെയിം തന്നെയാണ് അല്ലേ? പക്ഷെ റിപ്പീറ്റഡ് അഡിഷനിൽ എഴുതുമ്പോൾ മാറ്റം വരും. 2 into 3, 2 3s, 3 plus 3, 3 into 2, 2 plus 2 plus 2. നോക്കുക, ഈസി വേ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ തന്നു, 3 into 2 തന്നു. അതിന്റെ ഫസ്റ്റ് നമ്പർ ആണ് എത്ര നമ്പേഴ്സ് ആണ് വേണ്ടത് എന്ന് കാണിക്കുന്നത്. ഇപ്പൊ 3 into 2 തന്നു, മീൻസ് 3 രണ്ടുകൾ വേണം അവിടെ. 3 twos are. ഓക്കെ, 3 2 ചെയ്യേണ്ടത്. 2 into 3 തന്നു, 2 3 ചെയ്യേണ്ടത്. ആദ്യത്തെ നമ്പർ അതിന്റെ കൗണ്ട് ആണ്, എത്ര എണ്ണം. രണ്ടാമത്തേതാണ് അതിന്റെ നമ്പർ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 4 into 1, 4 into 1, 4 1. Then Adinath, how to write this in repeated addition form? 4 into 1. 1 4 times. Yes, 1 in 4 times. Okay, 4 times 1 വേണം അല്ലേ? 1 plus 1 plus 1 plus 1. Okay, 4 ones are 4 ones are 4. Okay, 4. Okay, answer is 4. Then 3 into 9. 3 into 9. ആരാ പറയുന്നേ നോക്കട്ടെ. 9 plus 9 plus 9. Yes, 3 9 വേണം അപ്പൊ അല്ലേ? 3 9 വേണം. 9 plus 9 plus 9 എത്രയാണ് ആൻസർ വരിക? Yes, 27. The answer is 27 അല്ലേ? Okay. Yes, 27. 3 9s are 27. Okay, 27. Okay. Then next ഒന്ന്
നോക്കട്ടെ. 3 how to do this? Yes. Yes, that means 5 plus 5 plus 5 plus 5. 5. So the answer is 3 5s are 15. 15. Yes, 15. Okay, okay. Then അതിന്റെ താഴെ നമ്മള് ഫസ്റ്റ് ആഡ് ആൻഡ് ദെൻ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലം തന്നിട്ടുണ്ട് അല്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ പെൻസിൽസ്. ലെറ്റ്സ് ഡു ദ പ്രോബ്ലം. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ, എങ്ങനെയാ ചെയ്യാന്ന്. 2 എണ്ണം നമുക്കിപ്പോ ചെയ്യാം. ബാക്കി ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. മുഴുവൻ പേര് സെൻഡ് ചെയ്ത് തരണം. മിസ് ഇല്ലെങ്കിൽ താഴെ റിപ്പോർട്ട് ചെയ്യും. ഉറപ്പാണ്, ഹോംവർക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിസ് പോവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, എന്തായാലും മുഴുവൻ പേരും ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണേ. കുറേ പേര് തരാറില്ല ഹോംവർക്ക്. നോക്കാം നമുക്ക് ഇതെങ്ങനെയാ ചെയ്യാന്ന്. ഫസ്റ്റ് ആഡ് ആൻഡ് ദെൻ മൾട്ടിപ്ലൈ. ആദ്യം ആഡ് ചെയ്യാ, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാ. യെസ്, ദേവപ്രിയയുടെ അമ്മയാണ്. ഏത് ഹോംവർക്ക് കൊടുത്തത് അവൾക്ക് അവള് വരാത്ത അവസ്ഥയാണോ? അല്ല മിനിയാന്തൊക്കെ ഓൺലൈൻ ക്ലാസ്? കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടില്ല, ഇവൾക്ക് അറിഞ്ഞിട്ടില്ല. മറ്റവള് ക്ലാസ്സിലായിരുന്നു, ഞാനും ഇല്ലായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതെ അല്ലേ? കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം കൊടുത്താണ്. അതായത് ഇപ്പൊ പറഞ്ഞത് റൈറ്റ് ദ ഫോളോയിങ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഫോം ആർ ഷോൺ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് ആസ് റിപ്പീറ്റഡ് അഡിഷൻ. അത് രണ്ടുമാണ്. അതില് 1-2 എണ്ണം നമ്മൾ ക്ലാസ്സിൽ ചെയ്തു, ബാക്കിയാണ് ഹോംവർക്ക് കൊടുത്തിട്ടുള്ളത്. അത് അവള് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ആരോ ഉറക്കം തൂങ്ങുന്നുണ്ടല്ലോ. ആരാണ് ഉറക്കം തൂങ്ങുന്നത്? നോക്കാം. ഓക്കെ, ഇവിടെ നമ്മള് One, 2, 3. 4 കോളം ഉണ്ടായിരുന്നല്ലേ? 1, 2, 3. ബഹളം ഉണ്ടാക്കരുതേ. ആരെയും മ്യൂട്ട് ചെയ്തിട്ടില്ല. ആരുടെ വീട്ടിൽ നിന്നാണ് ഭയങ്കരമായിട്ട് കിളികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നത്? ഇഷാന്റെ അടുത്താണോ? ഇഷാൻ അല്ല അല്ലേ? ആരുടെ വീട്ടിൽ നിന്നാണത്? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഫസ്റ്റ് ആഡ് ദെൻ മൾട്ടിപ്ലൈ. ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് അഡിഷൻ ഫോമിലും എഴുതണം, മൾട്ടിപ്ലിക്കേഷൻ ഫോമിലും എഴുതണം. അതാണ് കേട്ടോ, വേറെ ഒന്നല്ല. ഫസ്റ്റ് ആഡ്, ആദ്യം ആഡ് ചെയ്യാം, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് റിപ്പീറ്റഡ് അഡിഷനിലും എഴുതാം, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലും എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, how to write this in repeated addition form? മിസ് ചോദിക്കാം, പറയരുതേ, വിളിച്ചു പറയരുതേ. Add on, how to write this? Unmute ചെയ്തേ. പറയൂ, add on.
പെട്ടെന്ന് പറയൂ. 3 plus 3 plus 3 plus 3 is equal to അത്രേ അവിടെ ഉള്ളൂ ഇല്ലേ? ആൻസർ പറയും. 3 plus 3 plus 3 plus 3 12. ആണോ? ആണോ മക്കളെ? Yes. Yes ആണല്ലേ? Then that means 4 into 3. 4 3s are here. 4 3s are okay. Then next one. Next one നോക്കിയേ. നെക്സ്റ്റ് മിസ് വരയ്ക്കുന്നില്ല കേട്ടോ. വരയ്ക്കുമ്പോൾ നമ്മുടെ കുറേ സമയം പോകുന്നു. 2 plus 2 plus 2 2 2 2 2 2 2 6 2s 2 plus 2 plus 2. So the answer is answer എത്രയാണ് ധ്യാൻ? 2 plus 2 plus yes 12. Answer is 12. 12. Okay. 12. Then that means 6 2s are okay. 6 2s are 12. Okay. Then Then 4 plus 4 plus 4 plus 4. Then add on. Answer is 4 plus 4 plus 4 plus 4 equal to add on. ഇതിന്റെ ആൻസർ എത്രയാണ് മോനെ? 60. എത്രയാണ്? 60. Okay, 16. Okay. Then 4 into 4. 4 4s are 16. Then 5 plus 5 plus 5. 3 5s are. So, Drishya, എത്രയാണ് ആൻസർ? ഭയങ്കര ചിരിയും കളിയാണല്ലോ ദൃശ്യ അവിടെ. എന്താണ്? So what's the answer? 5 plus 5 plus 5. 5. 3 5s are 18. 60. എത്രയാണ്? 50. 15. Okay. How to write this in multiplication form? How to write this? എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എഴുതുക? എങ്ങനെയാണ് ദൃശ്യ? ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടോ. Yes. 3 5s are. Okay, 3 5s. Then next 4 plus 4 plus 4. Then Gayatri എത്രയാണ് മോളെ? 12. Yes. So the answer is 12. So how to write this in multiplication form? 3 into 4.
Okay. Then next 6 plus 6 ആരാണ് പറയുന്നത്? പറയൂ ഭവിക പറയൂ. ആണോ? 3 times 6 is 80. 3 into 6. Okay. Then first add and then multiply. അപ്പൊ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം? എത്ര തവണയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇൻഡു ചെയ്യേണ്ടത് അല്ലേ? So listen. 3 plus first one 3 plus 3 plus 3 plus 3 equal to 12. 4 3s. എത്ര 3 ആ ടോട്ടൽ ഉള്ളതെന്ന് നോക്കുക. 4 3s are 12. So 4 times 3. ഓക്കെ, 4 തവണയാണ് നമ്മൾ 3 ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ 4 times 3 is 12. Okay, then 2 plus 2 plus 2 plus 2 plus 2 plus 2. That means 6 times 2. 6 times 2 is എത്രയാണ് ആൻസർ വന്നത് നോക്കിയേ? 2 plus 2 plus 2 plus 2 plus 2 plus 2 equal to 12. 6 2s are 12. Okay, then 4 plus 4 plus 4 plus 4 equal to 16. That means 4 times 4 is 16. 4 into 4. Then 5 plus 5 plus 5. 3 times 5 is 15. That means 3 into 5. 3 5s are 15. Okay, then 4 plus 4 plus 4 equal to 4 plus 4 plus 4 equals to 12. 3 times 4 is 12. Then 6 plus 6 plus 6 equal to 18. 3 times 6. 3 times 6 is 18. Okay. 18. എഴുതിയിട്ടുണ്ടല്ലോ? Yes. Yes. Then take the next page. So carry out the following multiplication. So identify the picture and fill the column. How to multiply these numbers? എങ്ങനെയാണ് ഇതിനെ multiply ചെയ്യുക? So look at the first picture. There are 2 set of 3s. Okay. അതിനെ നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ 3 into 3 എന്ന് നമുക്ക് തോന്നിയേക്കാം പെട്ടെന്ന് അല്ലേ? നമ്മൾ 3 into 3 ആണോ ചെയ്യണ്ടേ എന്ന് നോക്കും. പക്ഷെ എന്താണ്, എങ്ങനെയാ ചെയ്യണ്ടേ? 2 set of 3. 1 set honeybee is there. 3 and again the another set of honeybee. So that means 2 set of 3. 2 into 3 ആണ് ചെയ്യേണ്ടത്. 2 സെറ്റ് honeybee ഉള്ളത് അല്ലേ? 2ലും 3 ഉള്ളത്. അപ്പൊ 2 into 3 ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2 set of 2 birds അല്ലേ? 2 സെറ്റ് ബേർഡ്സ് ഉണ്ട്. 2 into 2. Then 2 into 4. Next one. Look at that. ആ പിക്ചർ കൂടെ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താണ്, ഒന്നില് 3 ബേർഡ് ഉണ്ട്, മറ്റേതില് 3 ഹണിബി, then again 3 ഹണിബി. സോ 2 into 3 ആണ്. 3യുടെ 2 സെറ്റ് അവിടെ ഉള്ളതല്ലേ? 2 into 3. then ടോട്ടൽ നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ടോട്ടൽ നമ്പർ കിട്ടുക. then 2 into 2. Next one. 2 set of 2 ആണ് birds. 2 set of 2 birds. That means 2 into 2. Okay. Then next ആ ബട്ടൺസ് നോക്കുക. ബട്ടൺസിന്റെ കോളം നോക്കുക. 2 into 4.
2 into 4. 4-ന്റെ 2 സെറ്റുകൾ. Okay, 2 into 4. So we get the total number of buttons. So look at the first picture. 2 into 3. 2 3s are 6. So we get the total number of honeybees. 1 2 3 4 5 6. 6 ആണ് honeybee അവിടെ ഉള്ളത് അല്ലേ? Then next one, 4 birds. That means 2 into 2. There is 2 set of birds, and each set there is 2 birds. So 2 into 2. 2 into 2. Get 4. Then third one, third column, 2 into 4. 4 buttons ulla 2 സെറ്റുകൾ. 2 sets of 4 button each. So 1 2 3 4 5 6 7 8. So we get 2 into 4. 2 4s are 8. Okay. അതുപോലെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ 5 5 5. 3 into 5. 5 പെൻസിൽസിന്റെ 3 സെറ്റ്. 3 sets of 5 pencils. 3 into 5. എന്താ ഫ്രണ്ട്? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആയോ അത്? യെസ് ഓർ നോ? എന്താ മോളെ? ആണോ? ഓക്കെ ഓക്കെ. മനസ്സിലായോ? അതെങ്ങനെയാ ചെയ്യണ്ടേന്ന് മനസ്സിലായോ? ഞാൻ 5 വരെ ചെയ്തിരുന്നു. 5 വരെ ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് തന്നെ ഇത് മുഴുവൻ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. സ്കൂളിൽ വരുന്ന ദിവസം ബുക്ക് മുഴുവൻ ഞാൻ ചെക്ക് ചെയ്യും. ഇനി സ്കൂളിൽ വരുമ്പോ എന്ത് ചെയ്യണം? പഴയതുപോലെ കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ടെക്സ്റ്റും നോട്ടും കൊണ്ടുവരണം കേട്ടോ. നിങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ചില ആളുകളുടെ ബാഗിലൊന്നും പകുതി ബുക്കുകളൊന്നും ഉണ്ടാകാറില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ നോക്കി ബുക്കുകൾ കൊണ്ടുവരാം. എന്നാലേ നമുക്ക് എല്ലാം കൂടെ, ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ബുക്ക് ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് ബുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ചുള്ള ബുക്കുകളൊക്കെ കൊണ്ടുവരണം സ്കൂളിൽ വരുമ്പോൾ. സ്കൂളിൽ വന്നിട്ട് ഞാൻ മുഴുവൻ ടെക്സ്റ്റും സെമസ്റ്റർ ബുക്ക് നോക്കും. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കണം. സെക്കൻഡ് സെമസ്റ്ററും ഇപ്പൊ ഇതുവരെ ചെയ്യുന്നത്, നെക്സ്റ്റ് വീക്ക് വരെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണം. ഓക്കെ, സ്കൂളിൽ വരുന്നവരോട് കേട്ടോ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ബാക്കിയുള്ളത് എന്ത് ചെയ്യാ? ഹോംവർക്ക് ആയി ചെയ്തിട്ട് മുഴുവൻ പേരും, ഇന്ന് ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 33 ആണ് ടോട്ടൽ നമ്പർ. 33 ആൾക്കാരുടെയും ഹോംവർക്ക് എന്റെ പേഴ്സണലി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടാകണം, മുഴുവൻ പേരും കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. ഓക്കെ മിസ്.